ഒരു ഗ്ലാസ് പഴയ ചോറോ ഇനി പുതിയ ചോറോ ഏത് ചോറാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് പത്തിരിച്ചട്ടിയിലോ ചീനച്ചട്ടിയിലോ എവിടെ വെച്ചിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അത് ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ വീട്ടിൽ 8 or 10 പേരുണ്ടെങ്കിലൊക്കെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്താൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റണേ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലോണം സോഫ്റ്റായിട്ട് പഞ്ഞിക്കെട്ട് തേനീച്ചക്കൂട് പോലെയാണ് ഇതിരിക്കണത്. ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കണ എങ്ങനെയെന്നും ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിയാൽ നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആദ്യം തന്നെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് 1 കപ്പ് ചോറാണ്. അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അല്ലേ, ചോറില്ലാത്ത വീടുണ്ടാവില്ല. ഇനിയിപ്പോൾ ചോറില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു ലേശം അരി ഇട്ടിട്ട് ചോറ് വെക്കുക. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കും. കാരണം അത്രക്കും നമ്മൾ കടയിൽ നിന്നും കൂടി വാങ്ങാൻ കിട്ടില്ല, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പോൾ ആ ഒരു ചോറിലേക്ക് ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ച്, വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ വെള്ളം അത്യാവശ്യം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. കാരണം മിക്സിയുടെ ചെറിയ ജാറായതുകൊണ്ടാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. 1 കപ്പ് ചോറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരിഞ്ഞ് ഞാനിതാ ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനും, ശർക്കര വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയിൽ ചെയ്യാം, പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. പിന്നെ കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശർക്കര തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ശർക്കരൻ്റെ വെള്ളമൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചോറ് അരച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ എന്താ നിങ്ങൾ കണ്ടില്ല, നമ്മളെ ആ പലഹാരത്തിൻ്റെ വലിപ്പം അത്രയും കട്ടിയിലും വലിപ്പത്തിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയൊരു മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ നല്ല കളറുള്ള ശർക്കരയാണ് ഇട്ടെടുക്കുന്നത്. നല്ല കളറുള്ള ശർക്കര ആകുമ്പോൾ നമ്മളെ പലഹാരം നല്ല കളറ് കിട്ടും. അതുപോലെ തന്നെ ഒരു 3 അച്ച് ശർക്കര. നമുക്ക് ഈ ഒരു പലഹാരത്തേക്ക് നല്ല കറക്റ്റ് മധുരമായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കറക്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ 3 കഷ്ണം ശർക്കര എടുക്കുക. അപ്പോൾ 3 കഷ്ണം ശർക്കര എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ അങ്ങോട്ട് തീമാക്കുക. പക്ഷെ ഞാനിത് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കട്ടിയുള്ള കവറൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ, എന്തെങ്കിലും ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയൊക്കെ ഒഴിവാക്കിയ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റാക്കുമിലാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ലോണം പൊട്ടിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിതാ അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉരുക്കിയെടുക്കും വേണം, പോരാത്തിന് നമുക്ക് ഈ ശർക്കര നല്ലോണം അരിച്ചെടുക്കും വേണം. ചില ശർക്കരയിലൊക്കെ ഒരുപാട് കരടും കുറുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നല്ല ഫ്രഷ് ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ ഏത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എന്താ വെച്ചാൽ ഇതിന് തേങ്ങൻ്റെ ചെറിയ കൊത്തുകളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരകി ഇട്ടിട്ടും ചെയ്യാം, പക്ഷേ തേങ്ങ കൊത്താക്കി എടുക്കുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങയുടെ കടി കിട്ടുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യുക. തേങ്ങ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഉള്ളവർ തേങ്ങ എടുക്കുക, ഇല്ലാത്തവർ അതങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് തേങ്ങ ചെറിയ കൊത്തുകളാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരു 2 or 3 ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടും കൂടി എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം അരി അരക്കുക, പക്ഷെ അരിനേക്കാളും ഏറ്റവും നല്ലത് അരിപ്പൊടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലോ അമൃതം പൊടിയിലോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഇത് എത്ര വെച്ചിട്ടാണ്, നിങ്ങൾക്ക് എത്ര കട്ടിയിലും കനത്തിലും വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു പലഹാരം അത്രയും കട്ടിയിലും കനത്തിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലൊരു 5 or 8 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്താൽ ചെറിയൊരു പലഹാരം കിട്ടും. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കുടുംബത്തിനൊക്കെ അത് തന്നെ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം.
അപ്പോൾ ആ ഒരു അരിപ്പൊടിയും ആ ഒരു ചോറും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടെ വേണം. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എത്രയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വെള്ളം നിങ്ങൾ പ്രത്യേകിച്ച് കണക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു നമ്മൾ സാധാരണ ഇഡ്ഡലിൻ്റെ മാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു പരുവത്തിലാക്കണ വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിങ്ങിലൊക്കെ നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം നല്ലതായിട്ട് കിട്ടുക കേട്ടോ. നല്ല നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടില്ല, ഇങ്ങനെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ ഉള്ളൊക്കെ നല്ല ഹോൾസായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഏത് സമയത്തും നമുക്കൊരു പലഹാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇനിയിപ്പോൾ മക്കൾക്ക് മാത്രമല്ല, പിന്നെ ഇതിലേക്ക് നമുക്കൊരു എണ്ണയിൽ പൊരിക്കുക, അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഇത്തിരി എണ്ണ ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വരെ പറയാം. അത്രക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുറച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തിന് നല്ലൊരു അടിപൊളി പലഹാരം തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു ബാറ്ററിന് ഇത്രയും ഇതാണ്, ഈ ഒരു കൺസിസ്റ്റൻസിലാണ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ആ ഒരു ഇഡ്ഡലിൻ്റെ ഒക്കെ പരിവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ഒക്കെ വെച്ചിട്ട് ചെയ്യണ പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും, അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കായൻ്റെ പൊടി, അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി. ഇനിയിപ്പോൾ നല്ല ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഈ നല്ല ജീരകം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല ജീരകം ഉണ്ട്, അതുപോലെ തന്നെ നല്ല ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉരുക്കി വെച്ച ആ ഒരു ശർക്കര ഉണ്ടല്ലോ, അപ്പോൾ ഈ ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കുക. അതല്ല നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി വെച്ച് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു തണുത്ത ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളെ പലഹാരം ഒരിക്കലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സമയത്തിലേക്ക് ലേശം ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ഒരു 1/4 ടേബിൾ സ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ശർക്കര പാനി ഒരിക്കലും ചൂടാറിയത് ഒഴിച്ചെടുക്കരുത്. നല്ല തിളച്ച, ഇനിയിപ്പോൾ നമ്മളൊരു ശർക്കര പാനിക്ക് വേണ്ടി വെള്ളം വെച്ചു, അത് പെട്ടെന്ന് പാനിയായിട്ട് മെൽറ്റായി ഉരുകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ തീ ഓഫാക്കി വെക്കുക. നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കണ വരെ അത് റെഡിയായി കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയിട്ട് കുറച്ചെങ്ങാനും ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നല്ലോണം തിളപ്പിച്ചിട്ട് ആ തിളക്കണതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ചുകൊണ്ട് നിൽക്കണ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ശർക്കര പാനി തിളച്ചത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കരുത്. അരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടാവില്ല, അത് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചില പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് അങ്ങനെയാണ്ട് ഉരുകൊന്നുമില്ല. വെളിച്ചെണ്ണ എണ്ണയൊക്കെ തിളച്ചതാകുമ്പോഴാണ് പെട്ടെന്ന് ഉരുക. ഇനിയിപ്പോൾ ശർക്കര പാനി ഒഴിക്കണ സമയത്ത് ശർക്കര പാനി ഒഴിക്കണ സമയത്ത് അത്ര അങ്ങോട്ട് ഉരുകൊന്നുമില്ല, എന്നാലും കഴിയണതും സ്റ്റീലിൻ്റെ തന്നെ എടുക്കുക. എന്നിട്ട് ശർക്കര പാനി തിളച്ചത് ഒഴിക്കണ സമയത്ത് അതേപോലെ തന്നെ സ്പീഡിൽ നമ്മൾ ആ ഒരു ബാറ്റർ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന കുക്കറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിലോ ഏതെങ്കിലും ചട്ടിയിലോ ഒക്കെ ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ കുക്കറിൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയൊരു കുക്കർ എടുക്കുക, ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കുക. നമ്മൾ 2 കപ്പ് പൊടി അടിച്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 ലിറ്ററിൻ്റെ എടുക്കുക കേട്ടോ. 1 കപ്പൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവില്ല, 2-3 ലിറ്ററിൻ്റെ കുക്കർ അതൊക്കെ എടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റിൽ കട്ടിയിൽ നല്ല ഉയരത്തിൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഉയരം വലുപ്പൊക്കത്തിൽ കിട്ടും. എങ്ങനെ 5 ലിറ്ററിൻ്റെ കുക്കറിൽ ഒഴിക്കട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. ഓയിൽ ഒഴിച്ചെടുക്കരുത്, നെയ്യ് ഒഴിച്ചെടുക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ആ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എന്താണെന്നുണ്ടല്ലോ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയുള്ളിയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അര മിനിറ്റ് സമയം
ഹൈ ഫ്ലെയിമിൽ കത്തിക്കോട്ടെ, അതിലപ്പുറം കത്തിയത് കേട്ടോ. അര മിനിറ്റ് പറഞ്ഞാൽ 30 വരെ എണ്ണണ സമയമൊക്കെ ഹൈ ഫ്ലെയിമിൽ കത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കല്ല, വെറും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് വിസിലൊക്കെ ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടട മാവ് ഉണ്ടല്ലോ, ദോശമാവല്ല, നീർദോശൻ്റെ മാവിൻ്റെ ഒന്നുമല്ല, അതുപോലെ തന്നെ ഉഴുന്ന് ദോശൻ്റെ ഒന്നും പരിവല്ല, നമ്മുടെ ഓട്ടടമാവ്. അത് അത്യാവശ്യം ലൂസാവും, എന്നാലോ അത്യാവശ്യം ടൈറ്റ്, അങ്ങനെയല്ല നിൽക്കുക. ആ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല എങ്ങനെയാണോ നമ്മൾ ചെയ്യണത് അതിനനുസരിച്ചാണ് നമ്മളെ പലഹാരം കിട്ടുക. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ 30 വരെ എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വിസിലൊക്കെ ഊരിയിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. അതിന് മുമ്പ് തുറക്കരുത് കേട്ടോ. ഒരു 30-35 മിനിറ്റ് ചിലപ്പോൾ നമ്മുടെ കുക്കറിനും നമ്മുടെ തീക്കും നമ്മുടെ ഇതിനനുസരിച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഏതായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ, ആ വിസിൽ നമ്മൾ ഊരി വെച്ചതുകൊണ്ട് ആ ഒരു ഹോൾസ് കൂടെ ഇങ്ങനെ ആവിക്ക് പകരം ചെറിയ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ പൊന്തി ചാടിന് കാണുമ്പോൾ അത് കലത്തപ്പം വെന്ത് എന്നുള്ളൊരു പാകമാണ് കേട്ടോ. ആ ഒരു കറക്റ്റിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തുള്ളി ഇതാണ് നോക്കി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താണ് പെട്ടെന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട്, ഇനിയിപ്പോൾ സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തെടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടിയിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കുക്കർ തുറക്കണതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡി ആയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ അടുക്കളയിലുണ്ടാവും. ആ ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ വിസിലിൻ്റെ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഒരു കുക്കർ തുറക്കുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ, പിന്നെ ശർക്കര എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന എപ്പോഴും കഴിക്കണം തോന്നുന്ന ചില പലഹാരങ്ങളും ചില കറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ. അതുപോലെയാണ് കേട്ടോ ഇത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി തോന്നും. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസമാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കൂല കേട്ടോ. കുട്ടികൾ ഇതിൻ്റെ പിന്നാലെ കൂടെ നമുക്കിത് ചൂടാറാനോ എടുക്കാനോ ഒന്നും ഒഴിവിട്ടില്ല. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഓല് വരുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് ചൂടൊക്കെ ആറിയതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയതിൻ്റെ ശേഷം ഇത് കുക്കർ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, എന്നാലും കൈകൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗങ്ങൾ കണ്ടില്ല, കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളോട് കെഞ്ചി പറയാണ്. കാരണം അത്രക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഏതായാലും ഞങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു പലഹാരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ എത്ര രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പം കൂടി എന്ത് സാധനം വാങ്ങണേനും തൊടുന്നതിനൊക്കെ പൊന്നിൻ്റെ വില, അങ്ങനത്തെ ഒരു ടൈമാണ്. അപ്പം എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ പിന്നെ ഒരുപാട് ബേക്കറികളൊന്നും എണ്ണയിൽ പൊരിച്ചിട്ട് വീണ്ടും എണ്ണയിലിട്ട് പൊരിക്കണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ പെട്ടെന്ന് ലേശം ചോറെടുക്കുക, എന്നിട്ട് അത് നരക്കുക, ലേശം അരിപ്പൊടിയോ ഏതെങ്കിലുമൊക്കെ ഒരു പൊടി എടുക്കുക, കലക്കുക, കുറച്ച് ശർക്കര ഉരുക്കുക, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ആ ഒരു അരിപ്പൊടി അതുപോലെ തന്നെ ലേശം ശർക്കര അത്രയൊക്കെ ചിലവേ നമുക്കിതിനുള്ളൂ. വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. നമ്മൾ ഏതൊരു കാര്യം ഉണ്ടാക്കണേ അങ്ങനെ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, ഒരുപാട് ഉപകാരമാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, അതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരുപാട് കഷ്ണങ്ങളാക്കി നമുക്ക് വെട്ടിയെടുക്കുക. നമ്മളെ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനില്ലാതെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിലവ് ചുരുങ്ങിയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.